പണ്ടത്തെ തലമുറ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എന്താ ചെയ്യാന്നറിയോ? അറിയാവോ? എനിക്ക് പേടിയുണ്ട് ഇത് ചോദിക്കാൻ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം മുന്നിലത്തെ വാതിൽ തുറക്കുക എന്നാണ്. കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, രാവിലെ ചെയ്യുന്ന ആദ്യത്തെ പണി ലുങ്കി തപ്പലാന്ന്. ഇതല്ല ഇനി പറഞ്ഞു പോയിട്ടുണ്ട്, അത് തപ്പലാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യം പൊളിഞ്ഞുപോയി. വാതിൽ തുറക്കണ്ടേ? വാതിൽ തുറന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ഓക്സിജൻ വലിച്ചു കയറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനമല്ലേ നമ്മൾ ഉറക്കത്തെ പണി. ചില ആള് ജനറേറ്ററിൻ്റെ ഒച്ചയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. കൂർക്കമ്പലി കേട്ടിട്ടില്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്തിട്ട് വീട് ഫ്രഷ് ആവണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കിയത് ഓക്സിജനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? ഏറ്റവും നേരത്തെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ചെടിയാണ് തുളസി. അതുകൊണ്ടാ മുറ്റത്ത് തുളസി നടുന്നത്, മനസ്സിലായോ? വാതിൽ തുറക്കുമ്പോൾ ഓക്സിജൻ നേരെ അകത്തേക്ക് കയറാൻ. പിന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. ഈ അമ്പലത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കുറയല്ലോ. ഓക്സിജൻ കുറയുന്ന കൊണ്ട് അമ്പലത്തിൽ ഓക്സിജൻ ഉണ്ടാക്കാനാണ് തുളസിയും ആൽമരവും അമ്പലത്തിൽ അധികവും നടുന്നത്, മനസ്സിലായോ? അതിൻ്റെ ശാസ്ത്രം അതാണ്, ഓക്സിജൻ ഉണ്ടാക്കാനാണ്. നമ്മളെ വീട്ടിൽ, നമ്മളെ നാട്ടിലൊക്കെ മരണപ്പെട്ട വീട്ടിൽ ഈ ബന്ധുക്കൾക്ക് ഇടയ്ക്ക് ക്ഷീണം വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നാണ് കാഴ്ച കാണാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഓക്സിജൻ കുറഞ്ഞിട്ടാണ്. കാരണം അവർക്ക് നല്ല വെള്ളവും ഭക്ഷണമൊന്നും ഒന്ന് കിട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അവർക്ക് ആകെ കിട്ടുന്ന ഒരു ഓക്സിജനാണ്. എന്നാൽ ഈ ബന്ധുക്കൾ നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ അകത്ത് പെണ്ണുങ്ങളെല്ലാം കൊണ്ടിട്ട് അകത്ത് വിറകട്ടിയിടും പോലെ അട്ടിയിടും. കേട്ടിനാ? വിറകടുക്കി വെക്കൂലേ? അതുപോലെ അകത്തിങ്ങനെ നിൽക്കും സ്ത്രീകൾ. എന്തിന്? എന്താ പുറത്തിരുന്നൂടെ? നിങ്ങൾ ഈ SNDP യോഗം തീരുമാനം എടുക്കണം. മരണപ്പെട്ട വീട്ടിൽ അടുത്ത ബന്ധുക്കളല്ലാതെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കാവലിരിക്കുന്നത് മഹാ തെറ്റാണ്. കാരണം ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന, അടുത്ത ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന ഓക്സിജൻ ഈ നാട്ടുകാർ മുഴുവൻ വലിച്ചു തീർത്തു. എന്നിട്ട് ഇവർക്ക് ഓക്സിജൻ പോലും കിട്ടാണ്ട് ശ്വാസം മുട്ടലുണ്ടായിട്ട് ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് അവസാനം കുളിപ്പിച്ച് മുറ്റത്ത് കിടത്തുമ്പോൾ ഉണ്ടാവും അകത്തെ അട്ടി മുഴുവൻ പൊളിച്ചിട്ട് ഇറയത്ത് കൊണ്ടേയിടും. കണ്ടില്ലേ? എന്തിന്? ഈ ബോഡി കുളിപ്പിച്ചിട്ട് സ്റ്റൈല് കൂടിയോ നോക്കാനോ? ബോഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വെറുതെ തെറ്റായ ശീലങ്ങൾ മാറ്റണം നമ്മൾ. അപ്പം അമ്പലത്തിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ വീട്ടിൻ്റെ അകത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യാൻ വാതിൽ തുറക്ക്. സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടികളെ 3 പ്രാക്കളെ കാണിക്കണം. മാടപ്രാവ് അരിപ്രാവിനെയല്ല, 3 പ്രാക്കളുണ്ട്. ആ പ്രാക്കളേതാ? പ്രകാശം, പ്രഭാതം, പ്രകൃതി. അതിനെ കാണിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങൂ.